പോയിക്കോ. നീ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ ശരിയാവും. മാസ്കും സാനിറ്റൈസറും തേക്കാതെയാണ് നീ മാർക്കറ്റിൽ പോകുന്നത്. കൊറോണ നീ വീട്ടിൽ പകർത്താനാണ് നീ കടയിൽ പോകുന്നത്. ഈ മാസ്കും സാനിറ്റൈസറും തേച്ചിട്ട് നീ കടയിൽ പോയാൽ മതി. മാസ്ക് ഇട്. ഇങ്ങനെയാണ് മാസ്ക് ഇടുന്നത്. അതുപോലെ നിനക്ക് അറിഞ്ഞൂടെ ഇത്രയും നാളായിട്ട്. അങ്ങനെ അപ്പം എന്ത് കണ്ണി കൂടെ കൊറോണ വായിലും മൂക്കി കൂടെ കൊറോണ കയറുന്നത്. എന്നാ കൈ സാനിറ്റൈസർ വരും. തേച്ച് പിടിപ്പിക്കല്ല കൈ. രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിക്കും. നീ എന്ത് പോയിട്ട് ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലേ. അതാ വന്നു. ഇത്രയും നേരം നീ എവിടെ പോയി കിടന്ന്? എവിടെ കയറി പോന്ന്? കൈ സോപ്പിട്ട് കഴുകിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത് അനുഭവമാക്കണം. എന്ന് പറയുന്നത് സാനിറ്റൈസർ നീ തോർന്നുമ്പോ വയറ്റിൽ പോയ ഭയങ്കര അപകടമാണ്. പെട്ടെന്ന് പോയി കൈ സോപ്പിട്ട് കഴുകിയിട്ട് കയറിയാൽ മതി. പിന്നെ ഇത് അനുവിമുക്തമാക്കണം. ഇതിനെ എന്ത് ചെയ്യും? ഇത് അനുവിമുക്തമാക്ക്. എന്നിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു 24 മണിക്കൂറേക്കെങ്കിലും വെളിയിൽ വെച്ചിട്ട് അകത്ത് ഇത് കയറ്റാവും. നീ പോയി കൈ സോപ്പിട്ട് കളിച്ച് കുളിച്ചിട്ട് വാ. സോപ്പിട്ട് എവിടെ വെക്കും? ഇതിവിടെ എല്ലാം മെയ്. ഞാൻ കൈ സോപ്പിട്ട് ഇതെന്തോ ഇങ്ങനെയാണ് കഴിയുന്നത്? 20 സെക്കൻഡ് വരെ എടുത്തിട്ട് വേണം കഴിവാൻ. ഇത്രയും പെട്ടെന്ന് കഴിയുക നിന്റെ രോഗാണുക്കളൊന്നും പോകത്തില്ല. പെട്ടെന്ന് കഴിവ് 20 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. മാസ്കിന്റെ പുറംഭാഗങ്ങളിൽ തൊടരുത്. പൊതു ഇടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കുക. പൊതു ഇടങ്ങളിൽ സ്പർശിച്ചതിന് ശേഷം സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകാലുകൾ ശുചിയാക്കുക. ഞാൻ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചും സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ജീവിക്കും എന്ന് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുക. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ബ്രേക്ക് ദ ചെയിൻ.